കരിസ്മാറ്റിക് കുടുംബോത്സവം മറ്റം സബ് സോൺ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ഈ ജൂബിലി വർഷത്തിൽ KCSE ആഹ്വാനം ചെയ്തിരിക്കുന്ന കുടുംബോത്സവമാണ്. കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ച് മറ്റം സബ് സോണിലെ എല്ലാ കുടുംബങ്ങളും കരിസ്മാറ്റിക് നവീകരണത്തിൽപ്പെട്ട എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ സന്തോഷം, ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണെന്ന് പറഞ്ഞേ. ഒന്ന് പുഞ്ചിരിച്ചിട്ടൊക്കെ പറയും. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അടുത്തിരിക്കുന്ന ആൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സന്തോഷത്തിന്റെ ദിവസത്തിന് മാറ്റുകൂട്ടാൻ ഇന്ന് നമ്മുടെ കുരുമൂച്ചി ഇടവകയിൽ നിന്നുള്ള കുഞ്ഞുമക്കള് ഒരു പ്രയർ ഡാൻസുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കുരുമൂച്ചി ഇടവകയിൽ നിന്നുള്ള കുഞ്ഞുമക്കള് എന്താ നമ്മോട് കൂടെ ഇന്ന് ഈ കുടുംബോത്സവം മനോഹരമാക്കാൻ നമ്മൾ പറയും. ഒന്ന് കളറാക്കാൻ ഒന്ന് കളറാക്കാൻ വേണ്ടി നമ്മുടെ മക്കൾ റെഡിയായി. അടുത്ത 50 വർഷം കഴിയുമ്പോൾ ആരാണ് കരിസ്മാറ്റിക് ഉണ്ടാവുക? ഇവരാണ്. അടുത്ത 50 വർഷം കഴിയുമ്പോൾ ഇവരാണ് നമ്മെ പോലെ ഇരിക്കും. അപ്പൊ അടുത്ത തലമുറ വരും. അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ മക്കള് ഇന്ന് കളറാക്കാൻ വേണ്ടി ഒരു പ്രയർ ഡാൻസ് നമ്മുടെ മുന്നിൽ ഒരുക്കുകയാണ്. നമുക്കൊരു നല്ല
നൽകുകയാണ്. ഹല്ലേലൂയ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമുക്ക് ആശംസിക്കാം. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നത് 4 പള്ളിയിൽ ആൾക്കാരാണ് ഉണ്ടായിരിക്കുക അത് തോന്നുന്നു. കാരണം അവരോട് പറഞ്ഞിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടെന്നറിയില്ല. കൂനാംശി, ഇളവള്ളി, മറ്റം, ചിറ്റാട്ടുകര കൂടാതെ മറ്റു പള്ളിയിൽ നിന്ന് വന്നവരൊന്ന് കൈപോക്കും. ആളുകൾ തന്നെ ബോധിസേട്ടൻ വന്നിട്ടുണ്ട്. ആളുകൾ തന്നെയാണ്. അതെ അതെ. 2 പേര് ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിച്ചു തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളറിയാം ആദിമ ക്രൈസ്തവ സഭയിലെ അപ്പസ്തോല പ്രവർത്തനത്തിലെ 2-ാം അധ്യായത്തിലും നമ്മുടെ കരിസ്മാറ്റിക്കിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് കുറഞ്ഞ കൈരശനാണ്. ഫ്രാൻസിസ് ആലോചൻ ഇവിടെ വന്നിട്ട് നമുക്കറിയാം. ഫെബ്രുവരി മുതൽ ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ ജെയ്സനച്ചൻ കൂനാംശിയിലെ നമുക്ക് കാര്യമായിട്ട് നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ഈ 2 പള്ളികളും ശക്തമായിട്ടുള്ള പ്രാർത്ഥനാ അന്വേഷണമാണ് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ഒരു ഉണർവ് വന്നു പള്ളികളിലൊക്കെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകമാവിധം നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക്, കുടുംബോത്സവത്തിലേക്ക് കരിസ്മാറ്റിക് കൂട്ടായ്മയെ ശക്തിപ്പെടുത്താൻ തക്ക രീതിയിലുള്ള ഒരു വൈദികനെയാണ് ഈ കാലഘട്ടത്തിലെ നമുക്ക് അനുമേറ്റനായിട്ട് തന്നിരിക്കുന്നത്. ജെയ്സൺ മാറോക്കിയച്ചൻ നമ്മുടെ എല്ലാവരുടെ പേരിലും ശക്തമായിട്ട് കൈകളടിച്ച് ഇന്ന് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ KCSയുടെ അംഗമായിരിക്കുന്ന സാബു മാഷ് ഇവിടെയുണ്ട്. സാബു മാഷ് അടുത്തതായിട്ട് നമ്മുടെ തൃശ്ശൂർ സോണിൽ റോയ്സൺ ഇവിടെ എത്തിയിട്ടില്ല. റോയ്സൺ വരും. നമ്മുടെ ഡയറക്ടർ അച്ഛൻ റോയ്സനും അസിസ്റ്റന്റ് ഡയറക്ടർ അച്ഛൻ സിന്ധു അച്ഛനാണ്. അവരോട് കൂടെയായിട്ട് ശക്തമായിട്ടൊരു കോർ ഗ്രൂപ്പുണ്ട്. ആ കോർ ഗ്രൂപ്പിലെ നമ്മുടെ സ്വാഗതം ചെയ്യാനായിരിക്കുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ടോമി അബ്രഹാം. ഈ നമ്മുടെ കോർ ഗ്രൂപ്പിലെ അംഗം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മറ്റം സബ്സോണിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. ഇന്നലെയൊക്കെ നമ്മളോട് വന്ന കാര്യങ്ങളെല്ലാം തിരക്കി ഇതിന് മുന്നേ വന്നിരുന്നു. അപ്പോൾ ടോമി ബ്രദറിനെ നമുക്ക് ശക്തമായിട്ട് ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നിരിക്കുന്നത് സിനി ചേച്ചി, സിനി അലക്സ് ചേച്ചി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സബ്സോണിൽ അല്ലെങ്കിൽ നമ്മുടെ കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ മറ്റത്തിൽ ചേർന്നിട്ട് ആകെ 4 വർഷമായിട്ടുള്ളൂ. എന്നാൽ ഇതിൻ്റെയൊക്കെ വർഷങ്ങൾ തൊട്ട് 1980കളിലും അതിൻ്റെയൊക്കെ മുന്നേ തൊട്ട് ഈ കൂട്ടായ്മയും നമ്മുടെ ഓരോ ഇടവകളെയും അതിൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മ ശക്തമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിനെ വളരെ ശക്തമായിട്ട് നയിച്ചിരുന്ന മുൻ കോർഡിനേറ്റേഴ്സ്, സബ്സോൺ കോർഡിനേറ്റേഴ്സ്, അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനാ യൂണിറ്റുകളുടെയും ഭാരമായി നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ കൂട്ടായ്മയുടെ വേണ്ടി സ്വാഗതം ചെയ്യാം. നമ്മോടൊപ്പം ഒരു പുതിയതായിട്ട് ഈ വർഷത്തിൽ 2 മാസം മുന്നേ നമുക്ക് തിരുപ്പട്ടം ലഭിച്ചിരിക്കുന്ന നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ അംഗങ്ങളായിരിക്കുന്ന അവരുടെ മകനുണ്ട്. അച്ഛനോട് ഇല്ല, മെൽവിൻ ചോദിച്ചു അച്ഛനോട് ഉണ്ട്. അച്ഛൻ നമ്മോട് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. അച്ഛനെയും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ ഓരോരുത്തരാണ് ഈ പ്രോഗ്രാം ഏറ്റവും മനോഹരമാക്കേണ്ടത്. അപ്പൊ ഇതില് നമുക്ക് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹമായി ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവമാണ്. പൂർണ്ണമായും വചനത്തിന് പരിശുദ്ധമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ഏറ്റുപറഞ്ഞതുപോലെ വചനത്തിന് മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ജീവനീടും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയമയലുകളൊരു കേണമേ. സാദരം ഞങ്ങളിന്നതു കേട്ടു വരം നൽകണേ. ജീവനേകും ദിവ്യവചനം സ്വീകരിച്ചിടുവാൻ ദൈവമേ ഹൃദയമയലുകളൊരു കേണമേ.
വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്നു തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്നു തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്നു തന്നെ. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിൻ്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവനെ പ്രവചിക്കാൻ വരവും വേറൊരുവനെ ആത്മാവിനെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവനെ ഭാഷാപരവും വേറൊരുവനെ വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഫൊറോനയിലെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലെ അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, ഞാൻ തിരക്കിലാണെന്ന് നേരത്തെ പറഞ്ഞു. ഞായറാഴ്ചകളിൽ ആകുമ്പോൾ കുടുംബ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. ഈ 2025-26 കാലഘട്ടം നമ്മുടെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ജൂബിലി വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ജൂബിലി വർഷം നന്ദി പറയാനുള്ള ഒരവസരം കൂടിയാണ്. കേരള സഭ മുഴുവനും നന്ദി പറയേണ്ട ഒരു അവസരമാണ്. നമുക്കറിയാം, ഒരു 10-50 വർഷം മുൻപത്തെ സഭയല്ല ഇന്നത്തെ സഭ. ഒരു 75 അല്ലെങ്കിൽ 80 മുൻപ് ബൈബിൾ കണ്ടിട്ടില്ലാത്ത ആളുകളായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ബൈബിൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ക്രിസ്ത്യാനികൾ ധാരാളമുണ്ടായിരുന്നു. എന്നാൽ 80-ന് ശേഷം ഈ കരിസ്മാറ്റിക്കിൻ്റെ ഒരു ഉണർവോടുകൂടെ ബൈബിൾ നമ്മുടെ പല ഇടവുകളിലും, ഇന്നിപ്പോൾ 4-5 ഇടവുകളിലാണ് ഇവിടെയുള്ളത് എന്ന് പറയുകയുണ്ടായി. എന്നാൽ നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ഇടവുകളിലെല്ലാം ശക്തമായിട്ട് നിന്നിരുന്ന ഒരു കാര്യമാണ് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ്, കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പ്. അതുപോലെ ധ്യാനങ്ങൾ. ഞാനിവിടെ അടുത്തുള്ള ഇടവകയിലെ അംഗമാണ്. അപ്പോൾ എനിക്കറിയാം, ഇവിടെയൊക്കെ ആ കാലഘട്ടത്തിൽ 80കളിലെ മാത്യു നായിക്കമ്പറമ്പിലച്ഛൻ്റെയും അല്ലെങ്കിൽ പനക്കലച്ഛൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ധ്യാനങ്ങൾ പാവർത്തിയിലെ മറ്റത്ത്, അതുപോലെ ചുറ്റാട്ടുകര, ഈ മുണ്ടൂര്, പേരാമംഗലം, ഇവിടെയൊക്കെ ധ്യാനങ്ങൾ നടന്നിരുന്നതും ജനസഹസ്രങ്ങൾ അവിടേക്ക് ഓടിയെത്തിയിരുന്നതുമായിട്ട് കാലഘട്ടമുണ്ട്. ഒരു അഗ്നി ജ്വലിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ നമ്മൾ വീണ്ടും ഓർക്കുകയാണ്. ഇന്ന് ഈ 50-ാം വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പല സ്ഥലത്തും ഈ തിരി, ഈ കത്തി, അതായത് അതിൻ്റെ ശോഭ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ അതൊന്നുകൂടി ഒന്ന് കത്തിക്കാൻ, ഒന്നുകൂടി ജ്വലിപ്പിക്കാൻ, ഒന്നുകൂടി നമ്മുടെ ഇടവകളിൽ ഒരു ആവേശമായിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പും ധ്യാനവും ഒരിക്കൽ കൂടി ഒരു ആവേശമായി തീരുവാൻ ഈ ജൂബിലി പരിപാടികൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രഭാഷണം നടത്തിയ ഈ പുണ്യപൂർണ്ണമായ നിമിഷത്തിൽ ഇന്നത്തെ ശുശ്രൂഷകൾ, ഈ കുടുംബോത്സവം ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഈ മറ്റം ഫൊറോനയുടെ വികാരിയച്ഛനായ, ഞാൻ ഇങ്ങനെ അറിയുകയാണ്, ഈ ഫൊറോനയിൽ ഈ കുടുംബോത്സവം നടത്തുന്നതിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫൊറോന വികാരിയച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ വലിയ സ്നേഹത്തോടെയാണ് ഇതിനെ സ്വാഗതം ചെയ്തത്. അച്ഛൻ ഒത്തിരിയേറെ സന്തോഷത്തോടെയാണ് ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ ചെയ്യുന്നതിൽ അച്ഛൻ പ്രോത്സാഹനം നടത്തിയത്. ആ സ്നേഹം ഒക്കെ ഓർക്കുകയാണ്. ഏറ്റവും വലിയ സ്നേഹത്തോടെ ഈ കുടുംബോത്സവം ഉദ്ഘാടനം ചെയ്ത് ദീപം തെളിച്ച് ഉദ്ഘാടന സന്ദേശം ചെയ്യാൻ ഏറ്റവും വലിയ സ്നേഹത്തോടെ ഫൊറോന വികാരിയച്ഛനായ വെരി റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് അടൂരച്ഛനെ ഏറ്റവും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സ്നേഹമുള്ള കരിസ്മാറ്റിക് മുന്നേറ്റത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സഹോദരൻ, ഞാനിവരെ ഈ വലിയൊരു പങ്കാളിത്തം വെറും 4-5 ഇടവുകളിൽ നിന്ന് മാത്രം ഉണ്ട് എന്നുള്ളത്
തീർച്ചയായും അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഞാൻ വളരെ സവിശേഷമായിട്ട് അഭിനന്ദിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജയ്സനച്ച് പറഞ്ഞിട്ടുണ്ട്. സഭ ഉറങ്ങിയ കാലത്ത് സഭ ഉണർത്തിയ പ്രസ്ഥാനമാണ് കരിസ്മാറ്റിക് പ്രസ്ഥാനം. ഇങ്ങനെയൊന്നും കൈയടിച്ചാൽ പോരാ. കരിസ്മാറ്റിക് സഭയുടെ ഓരോ ഘട്ടങ്ങളിൽ അത് വിശ്വാസപരമായ പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോഴൊക്കെ തമ്പുരാൻ പരിശുദ്ധാത്മാവിലൂടെ എന്തെങ്കിലുമൊക്കെ പുതിയ കാൽവെപ്പുകൾ കൊണ്ടുവരും. ഒരു കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിലുണ്ടായ വിശ്വാസത്തിൻ്റെ അപജയങ്ങളുടെ ഇടയിൽ ഒരു വ്യക്തിയെയാണ്, അല്ലെങ്കിൽ ചില വ്യക്തികളെയാണ് നമ്മൾ ഉയർത്തിയത്. ഫ്രാൻസിസ് അസീസിയെ പോലുള്ള വിശുദ്ധരായ മനുഷ്യർ സഭയെ മുഴുവൻ പിടിച്ചു കൊടുക്കുന്ന ആത്മീയ നവീകരണത്തിൻ്റെ പ്രസ്ഥാനം. അതുപോലെ ഈ കേരള സഭയൊക്കെ ഇങ്ങനെ അടിയും സ്റ്റെപ്പൊക്കെ പാരമ്പര്യം മൂത്ത് മുറുകി അതിനുള്ളിൽ സിമെൻ്റൊന്നും ഇടാനില്ല, അത്രയ്ക്ക് മൂത്ത് പാരമ്പര്യമുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ പാരമ്പര്യത്തിൽ ഇങ്ങനെ മുഴുകി അതിൽ കിടന്ന് ഇഴഞ്ഞ് അതിലാനന്ദിച്ച് അതൊരു തരം ക്രിസ്തീയതയുടെ എല്ലാ ജീവനും അതിൻ്റെ യഥാർത്ഥ ചൈതന്യവും എടുത്തു കളഞ്ഞ് സഭ ഒരു തരം ലോകത്തെ പ്രസ്ഥാനമായി മാറി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് വചനാധിഷ്ഠിതമായ ഒരു ആത്മീയ മുന്നേറ്റവും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമാണ്. എനിക്ക് കയ്യടി കൊണ്ടിങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ശാന്തമായിട്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ ഒരു ഉണർവിൻ്റെ ആത്മീയത ആവശ്യമാണ് സമൂഹത്തിലെന്ന് 100% ബോധ്യപ്പെടുന്ന കുറേ വർഷങ്ങളാണ് കടന്നുപോയ പറയാറ്. അതിന് തമ്പുരാൻ എനിക്ക് തന്ന ഒരു അവസരമായിരുന്നു ജീസസ് യൂത്തിൻ്റെ ചാർജിൽ. 2007 ഞാൻ റോമിൽ നിന്ന് പഠനം കഴിഞ്ഞ് വന്നു. 2007 ജനുവരിയിൽ തന്നെ ഞാൻ അരമനയിൽ ഉത്തരവാദിത്തമായി താമസമായി. 2008 ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റുകളൊക്കെ അവസാന ദിവസം രാത്രി ഞങ്ങൾ ഇന്ന് ടൈപ്പ് ചെയ്ത് പ്രിൻ്റൊക്കെ എടുത്ത് അച്ഛന്മാരെ ട്രാൻസ്ഫർ അടിക്കാൻ പറഞ്ഞു ഓർഡർ അടിച്ചു. പിറ്റേ നേരം ഞാൻ കരിസ്മാറ്റിക് ജീസസ് യൂത്തിൻ്റെ ചാർജിയാണ്. ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തമ്പുരാൻ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഴികളുടെ ഏറ്റവും സുന്ദരമായ കാൽവെപ്പുകളുടെ ചില അടയാളങ്ങളാണ്. പെട്ടെന്നാണ് പിതാവ് പറഞ്ഞത്, അങ്ങനെ രാത്രി എന്നെ ജീസസ് യൂത്തിൻ്റെ ചാർജ് തന്നിരുന്നു. നേരെ നോക്കുമ്പോൾ എൻ്റെ പേര് കൂടി ലിസ്റ്റിലെ ഞാൻ ഉത്തരവാദിത്വം. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പ്രക്രിയയിൽ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമായി എന്നെ അവിടെ കൊണ്ടുവന്നെത്തിച്ചതായിരുന്നു എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ വീണ്ടും ഈ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഉണർവ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ ഒരു കാരണമാകട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ ആദ്യത്തെ ചാക്രിക ലേഖനത്തിലെ അദ്ദേഹത്തിൻ്റെ പദ്ധതിയായി സഭയ്ക്ക് എഴുതിയ ആദ്യ ചാക്രിക ലേഖനം സുവിശേഷത്തിൻ്റെ സന്തോഷം. അതിൽ 5-ാമത്തെ അധ്യായം ആത്മപൂരിത സുവിശേഷ പ്രവർത്തകർ എന്ന് പറയും. പരിശുദ്ധാത്മ അഭിഷേകത്തോടുകൂടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരെ കുറിച്ചാണ് നമ്മൾ വായിച്ചു നോക്കുന്നതാണ്. അതിമനോഹരമായ ഒരു പുസ്തകം. അപ്പം അതുകൊണ്ട് ആത്മപൂരിതരായ സുവിശേഷ പ്രവർത്തകരായി പരിശുദ്ധാത്മ അഭിഷേകവും അഗ്നിയും ആളിക്കത്തിക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൻ്റെ വ്യക്തികളായി ഈ തീ പകർന്നു കൊടുത്തിട്ട് കടന്നു പോകുന്നവരായി മാറാൻ സാധിക്കട്ടെ. അതിനെ കൂട്ടായ്മ സഹായകമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും തന്നെ നേർന്നുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം വെളിച്ചം
ദിവസവും അനുഗ്രഹമാക്കി നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിച്ച നമ്മുടെ ഏറ്റവും വലിയ സ്നേഹമുള്ള നമ്മുടെ ഫൊറോന വികാരിയനായ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് ആളൂരച്ചനെ ഏറ്റവും വലിയ സ്നേഹത്തോടെ കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. ഞാൻ ഒരു കാര്യം കൂടെ ഓർക്കുകയാണ്. തൃശ്ശൂർ അതിരൂപതയിൽ കാറ്റഗിസം അധ്യാപകർക്ക് വേണ്ടി താമസിച്ചുള്ള ധ്യാനം നടത്തി ഒരു കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഓരോ കാറ്റഗിസം അധ്യാപകരിലേക്കും കൈമാറിയ ഒരച്ഛൻ കൂടിയാണ്. ആ വലിയ സന്തോഷം പങ്കിട്ടുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് അച്ഛനും നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തോളം വളരുക, സ്വർഗത്തിലേക്ക് വളരുക. ഇതാ മാതാവിനോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന്, ഇതാ സങ്കീർത്തനങ്ങളോട് ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയടേ, ഇനിയും കടത്തടെ തിരുകിതപ്പോ. ഇനിയും കൃപ തോന്നി കരുതിയടേ, ഇനിയും കടത്തടെ തിരുകിതപ്പോ. ദൈവത്തന്നെ കുറുത്തിയതാ ദൈവമെല്ലാം നടന്നേ. ദൈവത്തന്നെ കുറുത്തിയതാ കൂടിയായ സാമുമാഷിനെ നമുക്ക് ഇന്നത്തെ ദിവസത്തിന്റെ സന്ദേശം നൽകുക. വലിയ സ്നേഹത്തോടെ കരങ്ങളടിച്ച് സ്വാഗതിച്ചു. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ നേരിട്ട് കണ്ടുമുട്ടുന്നത് അല്ലേ. 26 കൊല്ലം മുമ്പ് ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് വിവാഹ ഉദാശ സ്വീകരിച്ച ദേവാലയമാണ് ഈ നിൽക്കുന്ന സ്ഥലം. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസലോ, മറ്റത്തിൻ്റെ മരുമകനാണ് ഞാൻ. കോട്ടപ്പടിയിലാണ് താമസിക്കുന്നത് ഇപ്പോഴും. മുമ്പ് മമ്മിയൂരായിരുന്നു. നമ്മളിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ കുറേ സ്ഥലങ്ങളിലായി കുടുംബോത്സവങ്ങൾക്ക് പങ്കെടുക്കും. ഇതിനകത്ത് ആള് നിറഞ്ഞിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാത്തൊരു അവസ്ഥയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. പ്രൈസലോ അവര്. അപ്പോൾ എന്തായാലും 4 ഇടവകക്കാരെ കൊണ്ട് ദേവാലയം നിറച്ച കോർഡിനേറ്റർക്കാകട്ടെ ആദ്യത്തെ അഭിനന്ദനം.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ കുടുംബോത്സവം ആദ്യമായിട്ടാണ് കരിസ്മാറ്റിക് നവീകരണത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കേരളം മുഴുവൻ 204 സബ് സോണുകളാണ് കേരളത്തിലുള്ളത്. 204 സബ് സോണുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം സത്യത്തിൽ ഇതൊരു ജനുവരി ഫെബ്രുവരിയോടുകൂടി അവസാനിക്കേണ്ടതാണ്. കുറേ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബോത്സവങ്ങൾ നടത്തണം എന്നുള്ള നിർദ്ദേശം ഗൗനിച്ചില്ല. കാര്യമായിട്ട് പ്രോത്സാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ 1988 മുതൽ കോട്ട ആശ്രമത്തിലൊക്കെ നായിക്കപടം അച്ഛൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്ന കൺവെൻഷനുകളിലൂടെ അല്ലെങ്കിൽ പിന്നീട് അച്ഛൻ്റെ ശുശ്രൂഷകളിലൂടെ കേരളം മുഴുവൻ ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിചാരിക്കുന്നു ഇവിടെയുള്ള എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്, ഇപ്പൊ പോകുന്നില്ലെങ്കിലും. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? ഞാൻ പറഞ്ഞ പ്രസ്താവന ശരിയല്ലേ? എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും വർഷങ്ങളൊക്കെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോയിട്ടുണ്ട്, ഇപ്പൊ പോകുന്നില്ലെങ്കിലും. കാരണം ഇപ്പൊ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊന്നും ആളെ കിട്ടാനില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷത്തില്, നിധി തേടി ഇറങ്ങിയ ഒരു മനുഷ്യൻ ഒരു വയലിൽ ഒരു ഒളിപ്പിച്ചു വെച്ച, ആരോ പണ്ട് ഒളിപ്പിച്ചു വെച്ച ഒരു നിധി ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ എന്ത് ചെയ്തു? അയാൾ ആ പറമ്പ് അല്ലെങ്കിൽ ആ പാടം, അയാൾ ആ വയൽ വാങ്ങാൻ വേണ്ടി തനിക്കുള്ള സകല സമ്പത്തും ഉപയോഗിച്ച് അവസാനം അയാൾ ആ നിധി വാങ്ങി. പ്രൈസ് ദി ലോർഡ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെല്ലാവരും നിധി തേടി ഇറങ്ങേണ്ടവരാണ്. കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ സഭയിൽ വലിയ നിധികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന്, സഭയുടെ അടിത്തട്ടിൽ വലിയ നിധികളുണ്ട് എന്ന് കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. കാരണം പരിശുദ്ധാത്മാവ് വന്നാൽ നിന്റെ ഹൃദയത്തിൽ ദൈവികമായ ആനന്ദം നിറയും. ദൈവികമായ ആനന്ദം നിറഞ്ഞാൽ നിന്റെ കാര്യം നിലത്ത് നിൽക്കുക. ഞാൻ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ്. അത് എൻ്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് കരിസ്മാറ്റിക്കാരെല്ലാവരും ജീവജ്വാല മാസികയുടെ വരിക്കാരാകാം. അയ്യോ, 350 രൂപയാണ് ഒരു വർഷത്തെ. കുഞ്ഞുമക്കളെ കൊണ്ട് ആൾക്കാർ വരുന്നത് കാണുന്നത് സന്തോഷമാണ്. അതുകൊണ്ട് വലിയ സന്തോഷം. ഇങ്ങനെയൊക്കെ ശുശ്രൂഷയ്ക്ക് മക്കളെ കൊണ്ടുപോകുമ്പോൾ, സിനിമയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകും, ബന്ധുവീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകും, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകുമ്പോൾ ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോകും. അവരുടെ ഇവിടെ പേരക്കുട്ടികളൊന്നും ഉണ്ടാവുള്ളൂ. പേരക്കുട്ടികളെ നിങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുപോകണം. ഇതൊന്ന് കണ്ടു പഠിക്കട്ടെ. ഇത് കണ്ടാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ആ സിനിമ കണ്ട് കൈയടിക്കുക, അല്ലെങ്കിൽ കുട്ടിച്ചാത്തത്തെ അങ്ങ് കണ്ട് കൈയടിക്കുന്ന വേറെ ഈ പാട്ട് പാടിയിട്ടൊന്ന് കൈയടിച്ചോട്ടെ. ഞാൻ അവിടെ പുറകിരിക്കുമ്പോൾ അവിടെ കുഞ്ഞു ആവാം, ഒരു 6 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. അത് ഇവിടെ കുട്ടികൾ ഡാൻസ് കളിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ കൊച്ചിലായിരുന്നു. കാരണം ആ കൊച്ചി എന്തൊരു സന്തോഷത്തിലാണ് അത് കൈയടിച്ച് ഇങ്ങനെ സന്തോഷിക്കുന്നത്. ഇത് കൊണ്ടുപോയാലല്ലേ ഇതിന് ഈ സന്തോഷം കിട്ടുള്ളൂ. വീട്ടിൽ കൊണ്ട് വെച്ചാൽ കിട്ടുമോ? അപ്പൊ ഇതുപോലെയുള്ള കൊണ്ടുവരിക, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുവരിക. ശല്യമാണെന്ന് വിചാരിക്കേണ്ട. പിന്നെ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്ക് വരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ലക്ഷ്യം അതാണ്, കുടുംബങ്ങൾ ഒന്നിച്ച് കരിസ്മാറ്റിക് ആവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഇന്ന് ക്ലാസ്സിലൂടെ നിൽക്കട്ടെ. അവന് വേണ്ടി മരിക്കാൻ, അവന് വേണ്ടി ജീവിക്കാൻ, അവന് വേണ്ടി ഉണരാൻ. അല്ലേ? ഇടവകകളിൽ വിളിക്കപ്പെട്ടവരാണ് ആര്? ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും അവന് വേണ്ടി ജീവിക്കുക, അവന് വേണ്ടി മരിക്കുക. ഇതാ ഗലാത്യക്കാർക്ക് അവനോടുള്ള ഒപ്പം. എൻ്റെ അപ്പനും അമ്മയൊക്കെ ഈ നവീകരണ കൂട്ടായ്മയിലുള്ളതാണ്. അപ്പോൾ ആ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അച്ഛൻ്റെ പാരൻസൊക്കെ കരിസ്മാറ്റിക് കൂട്ടായ്മയിലുള്ള ആളുകളല്ലേ? കരിസ്മാറ്റിക് അവർ പ്രാർത്ഥന കൂട്ടായ്മയിലൊക്കെ സജീവമാണ്. അപ്പോൾ എൻ്റെ ദൈവവിളിയിലൊക്കെ സ്വാധീനിച്ച കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ എൻ്റെ അപ്പനമ്മയുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജനിച്ചത്.
അപ്പോൾ എൻ്റെ അമ്മ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് ആദ്യത്തെ വർഷങ്ങളിൽ, വിവാഹം കഴിഞ്ഞുള്ള ആദ്യ വർഷങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ച് കുട്ടികളുണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു ദുഃഖം മനസ്സിലുണ്ട്. പക്ഷേ അവിടെ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ അമ്മ ജെറുസലേം നാഥനോട് പ്രാർത്ഥിച്ച് ഉണ്ടായതാണ് ഞാനെന്നാണ് അമ്മ പലപ്പോഴും പറയാറ്. ഞാൻ ജനിച്ചതിന് ശേഷം അമ്മ അവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രവചനോത്സവത്തിൽ സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ആ പേപ്പറിൻ്റെ പീസ് ഇപ്പോൾ അമ്മ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും പ്രാർത്ഥനകൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനും അമ്മയും, അതുപോലെ ഞങ്ങൾ 3 മക്കളാണ്. അമ്മയും അപ്പനും ഞാനും എൻ്റെ അനിയന്മാരും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വരികയും ഇവിടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒരുമിച്ച് ഞങ്ങൾ സ്തുതിക്കുകയും പാട്ട് പാടുകയും ചെയ്തിരുന്നു. പിന്നെ കുറച്ച് പ്രായം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഗാഗുൽത്താൻ ധ്യാനത്തിലൊക്കെ ആരംഭിച്ചപ്പോൾ അവിടേക്ക് പോയി. മാത്രമല്ല പലപ്പോഴും എൻ്റെ സെമിനാരി ജീവിതത്തിൽ ഞാനൊരു ആവറേജ് ആയിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണ്. ഇവിടൊരു വൈദിക പരിശീലനത്തിൽ ഒരുപാട് എക്സാമുകളുണ്ട്. പ്രത്യേകിച്ച് ഉൾപ്പെട്ടതിന് ശേഷമൊക്കെ കുമ്പസാരത്തിൻ്റെ പരീക്ഷ, പിന്നെ കോംപ്രഹെൻസീവ് എക്സാം, അങ്ങനെ ഒത്തിരി പരീക്ഷകൾ. ഈ പരീക്ഷകൾ പിന്നെ അതെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പം അതെനിക്ക് ഈ ഒരു ആവറേജ് കുട്ടിയത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പരീക്ഷയുടെ അവസരങ്ങളിലെല്ലാം അമ്മയോടും അപ്പനോടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് ഈ പഠനം ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അപ്പനും അമ്മയും ഒരുപാട് എൻ്റെ പരീക്ഷയുടെ സമയത്ത്, അതുപോലെ തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് വീട്ടിലെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ അവർ എനിക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചത് കൊണ്ടാണ് ഇവിടെ ഒരു വൈദികനായിട്ട് എനിക്ക് നിൽക്കാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ ശക്തിയാണ് ഓരോ വൈദികനെയും അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ഒഴിവാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആത്മീയ കൂട്ടായ്മ ഒത്തിരി വൈദികർക്കും സന്യസ്തർക്കും പിന്നെ അതുപോലെ തന്നെ ആത്മീയമായി അൽമായരായിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ ദിവ്യബലിയിലെ തീർച്ചയായിട്ടും ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയെ ഓർക്കുന്നതാണ്. ദിവ്യബലികളിലും അതുപോലെ തന്നെ എൻ്റെ തുടർന്നുള്ള പൗരോഹിത്യ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടായ്മയെ ഓർക്കും എന്നുള്ള ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഏറെ സ്നേഹത്തോടു കൂടി ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാർത്ത ഒരു ഉണർവും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും പ്രാർത്ഥന അച്ഛനുണ്ടാകണം. അച്ഛൻ അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു നമ്മളോട് അവർക്ക് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ അച്ഛൻ പപ്പയാണ് സീൽ ആന്റണി, നമ്മുടെ കോർഡിനേറ്ററാണ് അല്ലേ, സബ് സോൺ കോർഡിനേറ്റർ ആന്റണി ചെന്ന മോളാണ്. മോൾ എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞു. വിമല കോളേജിലായിരുന്നു. ഏതാ സബ്ജക്റ്റ്? BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആയിരുന്നു. ഈ കൊല്ലാണ് ഡിഗ്രി കഴിഞ്ഞത്. എങ്ങനെയാണ് നമ്മുടെ ഒരു സ്പിരിച്വൽ ആത്മീയ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകണം ഒന്ന് ശരിയാവോ? അപ്പം മെൽവിനച്ചൻ ഷെയർ ചെയ്ത പോലെ പപ്പയും മമ്മിയും അവരുടെ കല്യാണത്തിന് ശേഷം 7 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് മദർ തെരേസയുടെ ഒരു മാധ്യസ്ഥത്തിലൂടെയാണ് ഞാൻ ജനിച്ചതെന്ന്. അന്ന് മദർ തെരേസ വിശുദ്ധിയൊന്നും ആയിട്ടില്ല. പക്ഷെ ഇതുപോലെ ഒരു സ്പിരിച്വൽ മാഗസീനിൽ ഇതുപോലെ ഒരു മദർ തെരേസയോട് പ്രാർത്ഥിച്ചിട്ട് മാറിയ ഒരു അസുഖം, അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് മദർ തെരേസയോട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ജനിച്ചതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരെ ഒത്തിരി സ്പിരിച്വൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് പിന്നെ ഞങ്ങളും ആ ഒരു സ്പിരിച്വൽ ലൈഫിലേക്ക് വരുന്നത്. ഗൾഫിലായിരുന്നു, ബഹ്റൈനിലായിരുന്നു. അവിടെ എങ്ങനെയായിരുന്നു? അവിടെ ഒരു നമുക്കത് ക്രിസ്ത്യൻ ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുമായിരുന്നോ അവിടുത്തെ അവസ്ഥ? അതെ, അവിടെ സീക്രട്ട് ഹാർട്ട് ചർച്ച് എന്ന് പറഞ്ഞൊരു പള്ളിയാണുള്ളത്. അപ്പോൾ അവിടെ ഫ്രൈഡേയും സാറ്റർഡേ ആണ് അവിടെ മുടക്കുള്ളത്. അപ്പോൾ ഫ്രൈഡേ ഇവിടെ ഞായറാഴ്ചകളിലാണ് എല്ലാവരും കാറ്റഗിസത്തിന് പോകുക. അപ്പോൾ ഞങ്ങൾ അവിടെ ഫ്രൈഡേസിനാണ്, വെള്ളിയാഴ്ചകളിലാണ് ഞങ്ങൾ കാറ്റഗിസത്തിന് പോയിരുന്നത്. ഇംഗ്ലീഷിലായിരുന്നു കാറ്റഗിസം ഒക്കെ. അപ്പോൾ അവിടെ ഒരു മലയാളികൾ മാത്രമല്ല, പല രാജ്യത്തു നിന്നും പല സ്ഥലങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും നമ്മുടെ ഒപ്പം. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ ഒരു മലയാളം കമ്മ്യൂണിറ്റി ഉണ്ട്, ബഹ്റൈൻ മലയാളി കാത്തലിക് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവിടെയും പപ്പയ്ക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കോർഡിനേറ്ററൊക്കെ ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
3 കൊല്ലം. പിന്നെ അവിടെ പല മേഖലകളുടെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടും പപ്പ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ ഓൾട്ടർ സർവേഴ്സ് മിനിസ്ട്രി ഉണ്ട്. ഇവിടെ അൾത്താര സംഘം എന്ന് നമ്മൾ പറയും. അൾത്താര ബാലന്മാരാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. എനിക്ക് അവിടെ അൾത്താര സംഘത്തിൽ പ്രവർത്തിക്കാനായിട്ടൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അവിടെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഹോളി കമ്മിങ്ങിന് ശേഷം 1 കൊല്ലം ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നതിന് ശേഷം ഗേൾസിനും, അതായത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അവിടെ അൾത്താര സംഘത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ അൾത്താര ശുശ്രൂഷയായിട്ട് നിൽക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അത് തുടർന്നുള്ള നമ്മുടെ കോളേജിൽ പഠിച്ചു പോകുന്നു, വിമല കോളേജിൽ പഠിച്ചു പോകുന്നു. ഇവിടെ അത് എന്തെങ്കിലും നമ്മുടെ അതൊന്ന് പ്രാക്ടിക്കലാക്കാൻ പറ്റിയിട്ടുണ്ടോ നമ്മുടെ ആത്മീയ ജീവിതം എന്തെങ്കിലും? ഞാൻ വിമല കോളേജിൽ പഠിച്ചപ്പോൾ അവിടെ സിസ്റ്റേഴ്സിന്റെ ഹോസ്റ്റലിലാണ് നിന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ജീസസ് യൂത്ത് ഉണ്ട്. ജീസസ് യൂത്തിൽ എല്ലാ വീക്കിലും തേഴ്സ്ഡേയ്സിൽ അവിടെ മീറ്റിംഗ് കൂടും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ മാസവും കുർബാനയും കുമ്പസാരവും അതിനുള്ള സൗകര്യം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. പിന്നെ 2-3 മാസം കൂടുമ്പോൾ നൈറ്റ് വിസിറ്റ് അവിടെ വെക്കാറുണ്ട് ഞങ്ങളുടെ കോളേജിൽ. അപ്പോൾ അതിലും കുട്ടികൾ പങ്കെടുക്കാറുണ്ട്. പ്രേരണം ഇതിനൊക്കെ വരാൻ മടി കാണിക്കുമ്പോൾ എല്ലാവർക്കും പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇതിലോട്ട് വരാൻ പറ്റുന്നത് അത് ഫാമിലിയിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രചോദനമാണ്. അതെ. താങ്ക് യു. നമുക്ക് ആൻമരിക്ക് ഒരു കൈയ്യടി കൊടുക്കാം. അതുപോലെ പപ്പ ദമ്പതികളുടെ ആയിട്ടാണ് വിളിച്ചിരുന്നത്. പക്ഷെ എൻ്റെ ഭാര്യ പരിയായിട്ടല്ല. ഓക്കെ. മറ്റൊരു ഇടവകയിൽ തന്നെയാണ്. അല്ല ജീവജാലയുടെ എഡിറ്റോറിയൽ മെമ്പറാണ് വിൻസെന്റ് സാറ്. സാറിന്റെ ഒരു അനുഭവവും ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞങ്ങൾ ഷെയർ ചെയ്യാമോ? ഏത് വർഷം എത്ര നാളായി കരിസ്മാറ്റിക് ഇതിലോട്ട് വന്നത്, എങ്ങനെയാണ് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഞാൻ 1981 ജോർജ് കുറ്റികിലച്ചൻ്റെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമായിരുന്നു, ഫസ്റ്റ് ഇയർ. അപ്പോൾ കതീസം പഠിപ്പിക്കാനുള്ള ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ട് ആ വർഷം ആ ധ്യാനം കൂടിയതിന് ശേഷമാണ് കരിസ്മാറ്റിക് ധ്യാനത്തിലേക്ക് ഞാൻ ശുശ്രൂഷയിലേക്കൊക്കെ പതുക്കെ കടന്നു വരാനായി ആരംഭിച്ചത്. ഞങ്ങളുടെ ഇടവകയിൽ വളരെ ശക്തമായ ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ഇന്നുണ്ട്, അന്നുണ്ട്. അതിലുള്ള പലരും ഇന്നിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ കൂട്ടായ്മയിൽ ഞാൻ വരാൻ തുടങ്ങി. വളരെ വലിയൊരു അഭിഷേകത്തോടെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങളോടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഒത്തിരി സാമ്പത്തികമായ തകർച്ചകളും പ്രയാസങ്ങളും അപകടങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴൊക്കെ ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയാണ് എൻ്റെ വീടും എൻ്റെ എല്ലാവരും എന്ന വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഇപ്പോഴുണ്ട്, അന്നുണ്ട്. ജീവിതമൊക്കെ എവിടെയായിരുന്നു? ഞാൻ 95 ഞാനൊരു 24 വർഷം ദുബായിലും മസ്കറ്റിലായിരുന്നു. ഞാൻ അവിടുത്തെ കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ കോർഡിനേറ്ററായിരുന്നു. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ എനിക്ക് 2 വിസ പണ്ടേ മുതൽ ദൈവം തന്നിരുന്നു. പക്ഷേ ഈ 2 വിസ എനിക്ക് തരേണ്ട യാതൊരു കാര്യവും കമ്പനിക്കില്ല. പക്ഷേ എനിക്ക് പണ്ടേ മുതൽ 2 വിസയുണ്ട്, 2 ലൈസൻസും ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇതൊക്കെ തന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് മനസ്സിലാകുന്നത്, അതായത് ആ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഓടി നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാനുള്ള അവസരം, അതുപോലെ ജീസസ് യൂത്ത്, അതുപോലെ തന്നെ മറ്റ് പ്രാർത്ഥനാ കൂട്ടായ്മ റാസൽ ഫുജിറ, അങ്ങനെ 2 ഭാഗത്ത് 2 രാജ്യത്തും ശരിക്ക് ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യാനുള്ള വലിയൊരു അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. കുറേ വർഷം അവിടെ കോർഡിനേറ്ററായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഞാൻ പോകുമ്പോഴും കാറ്റഗിസം ടീച്ചറാണ്. ഈ കഴിഞ്ഞ വർഷം വരെ ഞാൻ കാറ്റഗിസം ടീച്ചറാണ്.
പക്ഷേ ഗൾഫിൽ ചെന്നതിൽ പിന്നെയാണ് വാസ്തവത്തിൽ എനിക്ക് ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനയും കാറ്റഗിസം തമ്മിലുള്ള ഒരു ലിങ്ക് എനിക്ക് മനസ്സിലായത്. അവിടെ പ്രിയമുള്ളവരെ, കരിസ്മാറ്റിക് കുടുംബോത്സവം മറ്റം സബ് സോണിൽ 25 വർഷത്തിന് മുകളിൽ ഉള്ള പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങളെ കരിസ്മാറ്റിക് കൂട്ടായ്മ തൃശ്ശൂർ സോണൽ ഡയറക്ടർ റവറൻ ഫാദർ റോയി വേളക്കൊമ്പിൽ ഉപഹാരം നൽകി ആദരിക്കുന്നു. മറ്റം, കൂനാമുച്ചി, ചിറ്റാട്ടുകര, എളവള്ളി, ആളൂർ തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളാണ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത്. പ്രിയമുള്ളവരെ, കരിസ്മാറ്റിക് കുടുംബോത്സവം മറ്റം സബ് സോണിൽ 25 വർഷത്തിന് മുകളിൽ ഉള്ള പ്രാർത്ഥനാ കൂട്ടായ്മ അംഗങ്ങളെ കരിസ്മാറ്റിക് കൂട്ടായ്മ തൃശ്ശൂർ സോണൽ ഡയറക്ടർ റവറൻ ഫാദർ റോയി വേളക്കൊമ്പിൽ ഉപഹാരം നൽകി ആദരിക്കുന്നു. മറ്റം, കൂനാമുച്ചി, ചിറ്റാട്ടുകര, എളവള്ളി, ആളൂർ തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളാണ് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത്. വിവാഹ ജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. ചിറ്റാട്ടുകര ഇടവകയിൽ ഏറ്റവും കൂടുതൽ മക്കളുള്ള കുടുംബത്തെയും പ്രത്യേകം ആദരിച്ചു.
വലിയ കുടുംബത്തിനുള്ള കയ്യേരിയാണത്. എളവള്ളി ഇടവകയിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. മറ്റം യൂണിറ്റിലെ ഏറ്റവും കൂടുതൽ മക്കളുള്ള ദമ്പതികളെയും ചടങ്ങിൽ ആദരിച്ചു. വിവാഹ ജീവിതത്തിൻ്റെ 50 വർഷത്തിന് മുകളിലുള്ള ദമ്പതികളെ ആദരിക്കും. നമ്മുടെ തിരുസന്നിധിയെ ശുശ്രൂഷയ്ക്ക് ഒരുക്കമായി നമ്മളെ എല്ലാ ഫൊർമോണുകളിലും ചെയ്യാറുള്ളത് പോലെ ഇവിടെയും നമ്മുടെ ആരാധനയ്ക്ക് തൊട്ടു മുൻപ് നമ്മുടെ ഒരു തിന്മയുമെന്നെ തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ കതച്ചലെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ ലോകത്തെ ശാസിക്കുന്നു. എന്നേക്കും വിട്ടുപോകാൻ Thank you.
തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ച് നമ്മുടെ 14ാമത്തെ സബ്സോണിലാണ് കുടുംബോത്സവം പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ നമ്മുടെ അതിരൂപതയിലെ നമ്മുടെ സോണിൽ 2 സ്ഥലത്ത് മാത്രമാണ് ഈ കുടുംബോത്സവം നടക്കാനുള്ളത്. പട്ടിക്കാടും ചേലക്കരയും. അത് അടുത്ത നാളുകളിൽ അതനുസരിച്ച് ക്രമീകരിച്ച് നമ്മളത് പൂർത്തീകരിക്കും. തീർച്ചയായിട്ടും നല്ല ഒരു ഒരുക്കത്തോടു കൂടി ഈ ശുശ്രൂഷ ഇവിടെ നിന്ന് പൂർണ്ണമാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്ക് നമ്മുടെ ഈ കുടുംബോത്സവം ഏറ്റവും മനോഹരമായി തിരികടിച്ച് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ഫൊറോന വികാരിയായ റവറൻഡ് ഫാദർ നമ്മുടെ ഫ്രാൻസിസ് ആളൂരച്ചനാണ്. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം ഇപ്പോൾ നമുക്ക് വേണ്ടി ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത് ലീഡിയത് തൃശ്ശൂർ അതിരൂപത കരിസ്മാറ്റിക് നവീകരണ ശുശ്രൂഷയുടെ ഡയറക്ടറും ആവാധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായ റവറൻഡ് ഫാദർ റോയ് വെള്ളക്കൊപ്പലച്ഛനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഒപ്പം പ്രിയപ്പെട്ടവർ നമ്മുടെ സബ്സോണിൻ്റെ ആനിമേറ്ററായ ജെയ്സൺ മാറോക്കി അച്ഛൻ കൊട്ടേക്കാട് സബ്സോണിൻ്റെ ശുശ്രൂഷകൾക്കും അച്ഛൻ തന്നെ ആയിരുന്നു. അച്ഛൻ ഇവിടെ വന്നത് ശരിക്കും നമ്മളെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഈ കരിസ്മാറ്റിക് നവീകരണ കൂട്ടായ്മയ്ക്ക് അച്ഛനാണ് ബൈബിൾ പ്രത്യക്ഷം നടത്തി അച്ഛൻ നൽകിയത്. അച്ഛൻ ജെയ്സൺ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരുടെയും തുടർന്ന് നമുക്ക് ഇന്ന് വചന സന്ദേശം നൽകിയത് KCLC അംഗവും നമ്മുടെ മുൻകാല കോർഡിനേറ്ററൊക്കെ ആയിരുന്ന നമ്മുടെ സാബുമാഷായിരുന്നു. സാബുമാഷക്കും ഏറ്റവും സ്നേഹത്തോടെ ഒപ്പം പഠിക്കുന്നവരെ ജപമാല ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത് സീനിയലക്സും ഇവിടുത്തെ സെക്രട്ടറി വിൽസി ചേച്ചിയുമായിരുന്നു. അവർക്ക് 2 പേർ നമ്മുടെ പാനൽ സെഷൻ കൈകാര്യം ചെയ്തത് അഡ്വക്കേറ്റാണ് ടോമിച്ചേട്ടനാണ്. ടോമിച്ചേട്ടനെയും ഒപ്പം അതിനെ പങ്കാളികളായ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ഗാന ശുശ്രൂഷ നൽകിയത് ബെൻസൻ ചേട്ടനാണ്. ബെൻസൻ ചേട്ടനെയും എല്ലാവരെയും ഇനി നന്ദി പറയാനുള്ളത് ഇവിടുത്തെ സർവീസ് ടീമിനാണ്. ഏറ്റവും മനോഹരമായി ഞാൻ സഹോദരനോട് ചോദിക്കണം വിചാരിച്ച പുറപ്പെടുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ ഫോട്ടോ ഇട്ടെങ്കിലൊന്നും അധികം ആൾക്കാരുടെ മഴയും കൂടി ആയതുകൊണ്ട് മൊത്തം പ്രശ്നമാവുന്നു. പക്ഷെ ഞാനിവിടെ വന്നപ്പോൾ ഈ അകത്തേക്ക് കിടക്കാൻ പറ്റാത്ത പോലത്തെ അത്രയധികം ആൾക്കാർ ഇതിനകത്തുണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം മറ്റത്തിൽ ഇത്രയും അധികം ആൾക്കാർ ഒരുമിച്ച് കൂടുവാൻ, പ്രത്യേകിച്ച് മെയ് 18 ഒരുമിച്ച് കൂടുവാൻ നമുക്ക് ദൈവം അനുവദിക്കുകയായിരുന്നു. അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് നമ്മുടെ ആന്റണി ചേട്ടനാണ്. ചുറുചുറുക്കോടുകൂടി ഈ സബ്സോണിന് നേതൃത്വം നൽകുന്ന സർവീസ് ടീമാണ്. എല്ലാവരും പോലെ ഉയർത്തിയിട്ട് കൈ ഉയർത്തിയിട്ട് ഇതിനോടൊപ്പം വളരെ നാളുകളായിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനത്തെ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ 2-3 ഒതുങ്ങും. പക്ഷെ ഒരുവിധം എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ശരിക്കും വലിയ സന്തോഷമുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കോർഡിനേറ്റേഴ്സ് ആദരവ് ഏറ്റുവാങ്ങിയ 25-50 വർഷം ഏറ്റുവാങ്ങിയ നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു. കയ്യടിയണം. ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള അധികാരികൾ, കൈക്കാരന്മാർ, ദേവാലയ ശുശ്രൂഷി, എല്ലാ സംവിധാനങ്ങൾക്കും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുകാരായി വിജയിപ്പിച്ച ഈ സബ്സോണിലെ ഓരോ ഇടവകയിലെയും പ്രാർത്ഥന കൂട്ടായ്മയിലെ കുടുംബങ്ങളായി നിങ്ങളെ ഓർക്കും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം. കൈ ഉയർത്തിട്ട് പിടിച്ചിട്ട് തിരിച്ചാൽ മതി. 2 കൈ ഉയർത്തിട്ട് പ്രവർത്തനം. അത് മൈക്കിന്റെ സൗണ്ടില്ലാതുകൊണ്ട് അടി ശരിയായില്ല. നമുക്ക് ശക്തമായ കൈവന്നില്ല. സംസ്ഥാനം കുറെ പേര് ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടി സഹായിക്കാനായിട്ട് കിടക്കുന്നത്. പ്രത്യേകിച്ച് ഈ സബ്സോൺ കോർ ടീം അംഗങ്ങൾ എപ്പോൾ വിളിച്ചാലും ഏത് കാര്യത്തിനും ഒരു തടസ്സം കൂടാതെ വളരെ എല്ലാ കാര്യങ്ങളും വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. അത് പ്രത്യേകിച്ച് 4 യൂണിറ്റുകളെയും മറ്റത്തെയും അതുപോലെ തന്നെ ചിറ്റാട്ടുകര ഇളവഴിലേക്ക് ഒരുമിച്ച് ഇത് കടന്നു വന്നിട്ടുള്ള ഇളവഴി നമ്മുടെ ആളുകളിലെ മുൻകാല കോർഡിനേറ്റേഴ്സ് സഹോദരങ്ങൾ. ഇനി വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഒരുപാട്
ഒരുപാട് പേരുണ്ട്. അന്നേട്ടൊപ്പം അല്ലെ അന്നേട്ടാ ശക്തമായി ഇതിന് നേതൃത്വം നൽകിയ